ബിജെപിയും കോൺഗ്രസും പ്രചാരണത്തിനിറങ്ങി. നാളെ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളുമായി ഗോദയിലും എത്തും. കോട്ട പിടിക്കാൻ ബിജെപിയും കോൺഗ്രസും, കോട്ട കാക്കാൻ ഇടതുപക്ഷവും നേർക്കുനേർ പോരിനിറങ്ങുന്നതിലൂടെ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തീപാറും. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യ കോൺഗ്രസ് പട്ടിക പുറത്തിറക്കിയത്. ഇന്നലെ സ്റ്റാർ സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തി ബിജെപിയും പടപ്പുറപ്പാടിനിറങ്ങി. കഴിഞ്ഞ തവണ 7 സീറ്റ് നേടി മിന്നും പ്രകടനം കാണിച്ച ബിജെപി കൂടുതൽ കരുത്ത് കാട്ടുമെന്നാണ് വിലയിരുത്തൽ. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇത്തവണ പ്രവചനാതീതമാകും കോഴിക്കോട് കോർപ്പറേഷൻ എന്നാണ്. നിലവിൽ കോർപ്പറേഷനിൽ ബിജെപിക്ക് 7 സീറ്റാണുള്ളത്. 22 സീറ്റുകളിൽ രണ്ടാമതും 3 സീറ്റുകളിൽ നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനവും എത്തിയ പാർട്ടി മികച്ച പ്രകടനമാണ് 2020 നടത്തിയത്. ഇത്തവണ 35 ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് ശക്തമായ മത്സരം നടത്താനാണ് നീക്കം. കോഴിക്കോട് കോർപ്പറേഷനിലെ 45 ഡിവിഷനുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളായി. പാർലമെന്ററി പാർട്ടി നേതാവും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയുമായ നവ്യ ഹരിദാസ് കാരപ്പറമ്പിലും നിലവിലെ കൗൺസിലർ ടി റെനീഷ് പൊറ്റമ്മലും മത്സരിക്കും. മുൻ കൗൺസിലർ നമ്പിടി നാരായണൻ പന്നിയങ്കര ഡിവിഷനിലും ജില്ലാ ജനറൽ സെക്രട്ടറി രമ്യ മുരളി നടുവട്ടത്തും ജനവിധി തേടും. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നവ്യ തന്നെ മേയർ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് തെരഞ്ഞെടുപ്പ് ചുമതല. ഇലക്ഷൻ ഡെസ്ക് ജനം.